MC നാസർ ദുബായിൽ നിന്നോടൊപ്പം MC ഇത് ഒരു റീജിയനെ ബാധിക്കുന്ന യുദ്ധം എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അടക്കം ആ നിലയ്ക്ക് ഒരു ഭയപ്പാടിലേക്ക് തള്ളിവിടുന്നുണ്ടോ? നിഷാദ്, തീർച്ചയായിട്ടും. കാരണം മുമ്പുള്ളതിൽ നിന്ന് വളരെ ഭിന്നമായിട്ട് വ്യാപകമായിട്ടുള്ള ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഖത്തർ, ബഹ്റൈൻ, അതോടൊപ്പം തന്നെ കുവൈത്ത്, അബുദാബി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെയും മിസൈൽ ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ എല്ലാ മിസൈലുകളും പ്രതിരോധിച്ചതായിട്ട് ഈ രാജ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആളപായമോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സൈനിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്തു നിന്ന് ആളുകളോട് പരമാവധി വീടുകളിലോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറണം എന്നൊരു നിർദ്ദേശം ഏറെക്കുറെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടം ആക്രമണം നടന്നു. ഇനിയും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയെല്ലാം തങ്ങൾ ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ ഇറാൻ ടെലിവിഷനിലൂടെ തന്നെ അധികൃതർ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനിയും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ, അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല, ആക്രമണം അവർ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ബഹ്റൈനിലടക്കം പലതവണ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അബ്ബാസ് കൂടി എന്നോടൊപ്പം ഉണ്ട്. അബ്ബാസ്, ഞങ്ങളുടെ പ്രതിനിധി ഖത്തറിൽ നിന്ന്, ദോഹയിൽ നിന്ന്, അവിടുത്തെ സ്ഥിതി എന്താണ് അബ്ബാസ്? അവിടെയാണ് ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക ബേസ് ഉള്ളത് മേഖലയിലെ. അത് ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്ഫോടന ശബ്ദത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിഷാദ്, നിലവിൽ നമ്മുടെ ഫോണുകൾക്കകത്തേക്കൊക്കെ ഒരു അലർട്ട് മെസ്സേജ് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ അലർട്ട് മെസ്സേജ് വന്നു. ഇവിടെ അങ്ങനെ ഒരു ഡിഫൻസ് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു അലർട്ട് മെസ്സേജിങ് സിസ്റ്റം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് ഇങ്ങനെ മൂന്നാമത്തെ ബീപ്പ് മെസ്സേജ് കൂടി ഇതിൽ വരികയുണ്ടായി. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ പുറത്തിറങ്ങരുത്, ഇൻഡോറിൽ നിൽക്കണം. ഈ ഒരു അപകടകരമായ ഒരു സാഹചര്യം പാസ്സാകുന്നത് വരെ, കഴിഞ്ഞു പോകുന്നവരെ അകത്ത് തന്നെ നിൽക്കണം എന്നുള്ള അലർട്ടാണ് നിലവിൽ ഖത്തറിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതോടുകൂടെ ഇത് കുറച്ചു മുമ്പൊക്കെ ആളുകൾ പുറത്തുണ്ടായിരുന്നു. നിലവിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ ആളുകൾ വലിയ തോതിൽ തന്നെ പുറത്തിറങ്ങുകയും അങ്ങനെ ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം യുദ്ധത്തിന്റെ വാർത്ത കുറച്ചായി ഉള്ളതാണ് എങ്കിൽ പോലും ഇവിടെ പതിവ് പോലെ സാധാരണ ജീവിതം സാധാരണ നിലയിലായിരുന്നു. എന്നാൽ ഈ ഒരു മെസ്സേജിലൂടെ ഇത് ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ വന്നിട്ട് ഇപ്പോൾ ആളുകളോട് അകത്തിരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യോമ താവളങ്ങൾക്ക് അടുത്തുള്ള ആളുകളോട് അതിജാഗ്രത പാലിക്കാനും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടു മുമ്പ് ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് പിന്നാലെ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതിൽ പറയുന്നത് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസുകളോ ന്യൂസ് ക്ലിപ്പുകളോ ഒന്നും ഷെയർ ചെയ്യരുത്. ഈ രാജ്യത്തെ താമസക്കാരുടെയും അതുപോലെ പ്രവാസികളുടെയും സുരക്ഷ, സ്വദേശികളുടെയും സുരക്ഷ